ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. വേണ്ട ജോലിയുണ്ട്, രാവിലത്തെ ഒരു ബഹളമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും ഒരു ഇൻട്രോ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിലിട്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ജോലി തിരക്ക് എല്ലാവർക്കും ഉണ്ട്. ജോലി തിരക്കില്ലാത്ത മനുഷ്യരില്ല. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഫുഡ് കഴിക്കണം, ജീവിക്കണം, ഇതിനൊക്കെ ജോലി തിരക്ക് തന്നെയാണ്. എല്ലാവർക്കും ജോലി തിരക്കാണ്. എങ്കിലും നമ്മുടെ ഫാമിലിക്ക് ആയിട്ട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലൈഫിനും എല്ലാത്തിനും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അതാണ്. എത്ര ജോലി തിരക്കാണെങ്കിലും കുറച്ച് സമയമെങ്കിലും നമ്മുടെ ഫാമിലിയൊക്കെ ചിലവഴിക്കുക. അതിപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും അത് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ജോലികൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മോട്ടിവേഷൻ വ്ളോഗിലേക്ക് ബോറടിപ്പിക്കാതെ, ഞാൻ വലിയ മോട്ടിവേഷണൽ സ്പീക്കറൊന്നുമല്ല, എങ്കിലും എൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉച്ചക്കലത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പുറകെ തിരക്ക് പിടിച്ച് ഓടുന്നവരാണ്. അല്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും വർക്ക് ചെയ്താലാണ് ഇന്നത്തെ കാലത്ത് സ്മൂത്തായിട്ട് ലൈഫ് മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ലൈഫിൽ ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം. കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരാൾ വർക്ക് ചെയ്യാത്ത ആളാകുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ ഇടയിലുണ്ടാവും. രണ്ടുപേരും ബിസി ആകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വേറെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് ഒരാൾ രാവിലെ പോയി കഴിഞ്ഞ് വൈകുന്നേരം വരുന്നവരെ നമ്മുടെ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞ് നമ്മളും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും നമ്മളിരിക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരമായി കഴിഞ്ഞിട്ട് വീണ്ടും വന്നു കഴിഞ്ഞ് ഒന്നും സമയമില്ല എന്ന് പറഞ്ഞാൽ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്കും സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും ഒന്നുമില്ല. അവർ വന്നു കഴിഞ്ഞ് പിന്നെ ഈ ഫോണിൽ നോക്കി. ഞങ്ങളുടെ മെയിൻ എപ്പോഴും അടി നടക്കുന്നത് ഈ ഫോണിനെ ചൊല്ലിയാണ്. അയ്യോ, കഥ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പഴംപൊരി പറഞ്ഞ് കരിഞ്ഞു പോയി. പക്ഷെ അതായിരുന്നു കൂടുതൽ ടേസ്റ്റ് കേട്ടോ. എനിക്ക് ആ സമയത്ത് ഉണ്ടാക്കുന്നതിന് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എന്തോ ഒരു കോളെന്തോ വന്ന് ഞാൻ ഇട്ടുപോയി, പെട്ടെന്ന് കരിഞ്ഞു പോയി. അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ഹസ്ബൻഡായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടുന്നത്? ജീവിക്കാനും ഫുഡ് കഴിക്കാനും ഇതിനൊക്കെ വേണ്ടി തന്നെയല്ല. അപ്പോൾ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് എല്ലാവരും ചെയ്യണം. നമ്മളെല്ലാവരും ബിസി ആയിട്ടുള്ള ലൈഫിലാണ് ജീവിക്കുന്നത്. പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മുളകുണ്ടല്ലോ, മുളക് നമ്മൾ പൊടിപ്പിക്കുമ്പോഴേ ഈ തണ്ട് നന്നാക്കാനായിട്ട് എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ? എങ്ങനെയാണ് നമ്മൾ മുളക് പൊടിപ്പിക്കുമ്പോൾ ഇത്ര 1 കിലോ മുളക് മുഴുവൻ തണ്ട് പിടിച്ച് ഇരിക്കുമ്പോഴേക്കും എനിക്ക് എപ്പോഴും എൻ്റെ പൊന്നോ, എനിക്ക് മടി പിടിച്ചൊരു കാര്യമാണ്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ ഏകദേശം സന്ധ്യയായിട്ടുണ്ട്. നമ്മൾ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടവിട്ട് മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലൈമറ്റാണ്. പോയി കുട്ടികൾ പിന്നെ ഈവനിങ് വന്ന് സ്കൂളൊക്കെ വിട്ട് കളിക്കാനൊക്കെ പോയി. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ, ഇത് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ സ്നാക്സ് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അധികമൊന്നുമില്ല, അത് 4 വാങ്ങിച്ചിട്ടുള്ളൂ, കറക്റ്റായിട്ടേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പണ്ടത്തെ സ്നാക്കാണ്, ജാം റോൾ. അപ്പോൾ അങ്ങനത്തെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തെ കിച്ചണൊക്കെ ക്ലീനാക്കി നാളേക്കുള്ളതൊക്കെ അരച്ചു വെച്ചു. പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ സൈക്കിൾ വന്നിട്ടുണ്ട്, ചെറിയ ആൾക്ക് പുതിയ സൈക്കിൾ വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്തത് കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ അർബൻ. മൂത്ത ആൾക്ക് മേടിച്ചിട്ട് അപ്പോൾ ചെറിയ ആൾക്കും അൺബോക്സ് ചെയ്തു. അടിപൊളി സൈക്കിളുകളാണ് കേട്ടോ. നമ്മൾ ഓൺലൈനാണ് വാങ്ങിക്കാറ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇത് എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ഗാനം. ഞാൻ ഇടയ്ക്ക് ഇരുന്ന് കേൾക്കും കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുറേ മെലഡി സോങ്സുകൾ എൻ്റെ കളക്ഷൻസിലുണ്ട്. പാട്ട് കണ്ടപ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവില്ലേ. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ദൈവം ഇതൊക്കെ എത്ര വട്ടം കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് എൻ്റെ ജോബാണ് എന്ന് ഗസ് ചെയ്യും നിങ്ങൾ. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.